ഇവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല സൂപ്പർ ഹിറ്റ് ആണ് എല്ലാ പാട്ടുകളും. അപ്പോൾ അതെങ്ങനെ അത് സെലക്ഷൻ ആരുടെ ഭാഗത്ത് ഇപ്പൊ സംഗീതം ചെയ്യുന്ന സമയത്ത് പൊതുവെ ആൾക്കാർ ചോദിക്കും പാട്ട് എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്തത് അതോ ട്യൂൺ ഇട്ടിട്ടാണോ പാട്ട് എഴുതിയത്. അപ്പൊ അതുകൊണ്ട് പോലും അറിഞ്ഞൂടാ അത് എങ്ങനെ സംഭവിക്കുന്നത്. മാജിക് ഉണ്ട് അതിന്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഓണ സമയം വരുമ്പോ ഷാനിക്കയുടെ മറ്റേ കല്യാണ രാമനിലെ ദിലീപേട്ടന്റെ അവസ്ഥയാ. സോറി ദിലീപേട്ടനല്ല, മറ്റേ ഇന്നസെന്റ് അങ്കിള് മറ്റേ എന്തോ ഒരു മണം അടിക്കുമല്ലോ മദ്യത്തിന്റെ, അതുപോലെ ഉണരും ഷാനിക്ക. കാരണം ഷാനിക്കയുടെ പാട്ടുണ്ടോ തിരുവാവണിര ഞങ്ങൾ പാടിയത് ഞങ്ങളുടെ സീസൺ ഞങ്ങൾ തുടങ്ങിയത് അത് വെച്ചിട്ടാ തുടങ്ങി. കുറെ വൈറൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു ഭീകരവാദിയായിരിക്കുന്നു. പുറകിൽ പല സംവിധായകരുടെ കണ്ണീരും കൂടെ ഞാൻ ശരത് സാറിനെ ഓർമ്മിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുള്ളത് ശരത് സാർ, എനിക്ക് ലവ് ആക്ഷൻ സമയത്ത് എനിക്ക് ആക്ച്വലി വേറെയും കുറെ പാട്ടുകൾ അയച്ചു തന്നിരുന്നു. പിന്നീട് ഞാനത് കേട്ടിട്ട് പടമൊക്കെ ഇറങ്ങിയ ശേഷം എനിക്ക് അയച്ചു തന്ന പല പാട്ടുകളും പിന്നീട് ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനത് വെറുതെ വെച്ചോണ്ടിരിക്കോ? നിങ്ങളൊരു ബിസിനസ് മൈൻഡഡ് ആണ്. ഞാൻ വിചാരിച്ച ആ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തതാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും കേട്ട് നോക്കുന്ന സമയത്ത് പിന്നെ അത് നമ്മുടെ പാട്ട് കഷ്ടപ്പെട്ട് ചെയ്ത പാട്ടല്ലേ അല്ലേ ഷാനിക്ക? പിന്നല്ലാതെ അതൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? വേറെ രാവും പകലിരുന്ന് ഉറക്കൊളിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാട്ടുകളാ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? പെൺഡ്രൈവിലാക്കിയിട്ട് പിന്നെ ഫുൾ ടൈം ട്യൂണിങ്.